നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കടുത്ത വേനൽ അവസാനിച്ച് സൗദി പതിയെ ശൈത്യത്തിലേക്ക് കടക്കുകയാണ്. അതിനിടയിൽ പൊതുജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വ്യാഴാഴ്ച വരെ ഇത്തരത്തിൽ തുടരുമെന്നാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടത്തരം മുതൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മക്ക മേഖലയിലെ തായിഫ്, മെയ്സാൻ, ആദം, അൽ അർദിയാത്ത് എന്നിവിടങ്ങളിലും അസീർ, ജിസാൻ, അൽബഹ മേഖലകളിലും ഈ ദിവസങ്ങളിൽ മഴയും ആലിപ്പഴ വർഷവും പൊടിക്കാറ്റും ഉണ്ടായേക്കാം. മക്ക, അൽ ജമൂം, അൽ കാമിൽ, ഖുൻഫുദ, അസീർ, നെജ്റാൻ, അൽബാഹ, മദീന തുടങ്ങിയ പ്രദേശങ്ങളിലും പൊടിക്കാറ്റിനൊപ്പം നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഡയറക്ടറേറ്റ് അറിയിച്ചു. അപകട സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കഴിയണമെന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. അതേസമയം UAE-യിൽ ഈ വാരാന്ത്യത്തോടെ വേനൽക്കാലം പൂർണ്ണമായും അവസാനിക്കാൻ പോകുന്നുവെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി അറിയിച്ചു. അടുത്തയാഴ്ച രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ താപനില 23 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. വരും ദിവസങ്ങളിൽ രാജ്യത്തെ രാത്രികാല താപനില 20കളിലേക്ക് താഴും. ഞായറാഴ്ച ദുബായ് 26 ഡിഗ്രി വരെ എത്തിയേക്കുമെന്നും NCM പ്രവചിക്കുന്നു. വടക്ക് കിഴക്കൻ കാറ്റ് അടുത്തയാഴ്ച മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കും. കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രകടമായ സൂചനയായി മണലും പൊടിയും വീശുകയും വായുവിന്റെ ഗുണനിലവാരം ദൃശ്യപരതയും കുറയുകയും ചെയ്യും. വരുന്ന തിങ്കളാഴ്ച ദുബായിൽ പകൽ സമയത്ത് തണുപ്പ് അനുഭവപ്പെടും. താപനില 41 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും അബുദാബിയിൽ കുറച്ചു ദിവസം കൂടി ചൂട് തുടരുമെന്നും പ്രവചനമുണ്ട്. രാജ്യത്ത് ഉയർന്ന താപനിലയുള്ള എമിറേറ്റുകളായ അബുദാബിയിൽ 42 ഡിഗ്രിയും ദുബായിൽ 40 ഡിഗ്രിയുമായിരിക്കും ചൊവ്വാഴ്ചയിലെ ഉയർന്ന താപനില. രണ്ട് എമിറേറ്റുകളിലും ചൊവ്വാഴ്ച മിക്ക സമയത്തും താപനില നന്നായി കുറഞ്ഞേക്കും. അടുത്തയാഴ്ച രാവിലെ ചില തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. ഇത്തവണ വേനലിൽ UAE-യിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തിയിരുന്നു. അൽദഫ്രയിലാണ് 50.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനിലയാണിത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.